നമ്മളിന്നൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഗെസ് ദ ആക്ടർ നെയിമാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആരാണ് ആക്ടറിൻ്റെ പേര് പറഞ്ഞോ? മോഹൻലാൽ. അല്ല. മമ്മൂട്ടി. അല്ല. പൃഥ്വിരാജ്. അല്ല. അല്ല. സുരേഷ് ഗോപി. അല്ല. ജഗദീഷ്. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ റൗണ്ടിൽ ആൻറ്റി ജയിച്ചിരിക്കുന്നു. ഇനി അടുത്ത റൗണ്ടിലോട്ട് പോവാം. വീണ്ടും അടുത്ത ഒരാളുടെ പറയണേ. അടുത്ത കളിയിലോട്ട് പോവാമേ. അടുത്തൊരു ആക്ടറിൻ്റെ ഫോട്ടോയാണ്. അതിൻ്റെ പേര് കറക്റ്റായിട്ട് പറയുന്നത്. മലയാളം നടനാണ്. ഇത്രയും കൂടുതൽ. ഇനി അടുത്ത മൂന്നാമത്തെ റൗണ്ടാണ്. ഈ റൗണ്ടിൽ ആരാ ജയിക്കുന്നതെന്ന് വെച്ചാൽ അവരാണ് ഇതിനകത്ത് കറക്റ്റ് വിന്നർ. കാരണം രണ്ടുപേർക്കും ഇപ്പോൾ ഓരോ പോയിന്റ് ഉണ്ട്. അപ്പോഴും മൂന്നാമത്തെ റൗണ്ടിലോട്ട് പോവാം. ഞാൻ ആക്ടറുടെ ഫോട്ടോ എടുക്കട്ടെ. വെയിറ്റ്. ഓക്കെ, നമുക്ക് പോവാം. റൗണ്ടിലോട്ട് പോവാം. ഓക്കെ, പറഞ്ഞോളൂ. ക്ലൂ ഒന്നും തരാൻ പറ്റൂല. ഇത് ക്ലൂ തന്നാൽ നിങ്ങൾ പെട്ടെന്ന് പറയും. അത് ഒരു കോമഡി താരമായിരുന്നു. ആയിരുന്നു. ജഗദീഷ് ശ്രീകുമാറാണോ? അല്ല. കലാഭവനാണോ? അല്ല. ഇന്നസെന്റ് ആണോ? അല്ല. ഇപ്പൊ ഉള്ളതാണോ? ദുൽഖർ സൽമാൻ. ഇപ്പൊ ഇല്ല. അല്ല. കൊച്ചിൻ ഹനീഫ. അല്ല. അറിയോ? ക്ലൂ പറഞ്ഞല്ലോ, ഒരു ഹാസ്യ നടനായിരുന്നു. ആളിന്നില്ല. ശങ്കരാടി. അല്ല. തിക്കുറിശിയാണോ? അല്ല. ക്ലൂ ക്ലൂ ഇപ്പം പറയാൻ പുള്ളിയുടെ സംസാരം കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ്. അല്ല. അല്ല. പുള്ളിയുടെ സൗണ്ട് ഒരു പ്രത്യേക രസമുണ്ട് കേൾക്കാൻ. പറച്ചിലൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അതെ, കറക്റ്റ്. അപ്പോൾ ഈ റൗണ്ടിൽ ജയിച്ചിരിക്കുന്നത് ആൻറ്റിയാണ്. അങ്ങനെ ഈ ഗെയിമിൽ ഫുൾ അതായത് 3 റൗണ്ടിൽ നിന്ന് 2 റൗണ്ടിലും ജയിച്ചത് ആൻറ്റിയാണ്. അപ്പോൾ അയ്യോ, അപ്പോൾ ഓക്കെ, ഞങ്ങളുടെ ഗെയിം ഇതാ അവസാനിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ, സീ യു.